സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് വിപ്ലവം സൃഷ്ടിച്ച ജിടെക് എഡ്യൂക്കേഷൻ 25ാം വാർഷികത്തോടനുബന്ധിച്ച് പുതിയ ലോഗോയുമായി എത്തുന്നു. 10 വൈകിട്ട് 6 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ ജിടെക് അറ്റ് 25 മെഗാ ഡ്രോൺ ഷോയിൽ ലോഗോ ലോഞ്ച് ചെയ്യും. ആധുനിക ടെക്നോളജി യുഗത്തിൽ AI, റോബോട്ടിക്സ്, XR, ഗെയിം ഡെവലപ്മെന്റ്, SAP ഗ്ലോബൽ സർട്ടിഫിക്കേഷൻ തുടങ്ങി അതിനൂതന സാങ്കേതിക കോഴ്സുകൾ ഇന്റേൺഷിപ്പോടുകൂടി പഠിക്കാൻ അവസരം നൽകി പുതിയ രൂപഭാവത്തോടെ ജിടെക് മാറുകയാണ്. ഫെബ്രുവരി 10 വൈകിട്ട് 6 മണിക്ക് കോഴിക്കോട് ബീച്ചിൽ ജിടെക് അറ്റ് 25 മെഗാ ഡ്രോൺ ഷോയിൽ ലോഗോ ലോഞ്ച് ചെയ്യുമെന്ന് ജിടെക് ഫൗണ്ടർ ചെയർമാൻ മെഹ്റൂഫ് മണലൊടി പറഞ്ഞു. ജിടെക് ഗ്രൂപ്പിന്റെ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമാണ്. എൻ്റെ കൂടെ ഇരിക്കുന്നത് നമ്മൾ അടുത്ത ജനറേഷനാണ്. മകളാണ് ഡോക്ടർ മെഹന മണലൊടി. ബൈ പ്രൊഫഷൻ ഷീ ഈസ് എ ഡോക്ടർ, MBBS ഡോക്ടർ. പക്ഷേ ഇപ്പോൾ എൻ്റെ കൂടെയാണ്. നമ്മളെ ജിടെക്കിൻ്റെ ഗ്ലോബൽ ക്യാമ്പസ് എന്നിട്ടുള്ള ഒരു ഡിവിഷൻ അവളാണ് നോക്കുന്നത്. ഇത് മിഷാൽ മണലൊടി മകനാണ്. ഈസ് ഡൂയിങ് ഹിസ് മാസ്റ്റേഴ്സ് US ബോസ്റ്റൺ യൂണിവേഴ്സിറ്റിയിൽ മാസ്റ്റേഴ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞിട്ടില്ല, ഇനി ഒരു 5-6 മാസം കഴിയും ഇങ്ങോട്ട് കിട്ടാൻ. അപ്പോൾ ഈ ഒരു നമ്മളെ 25th ആനിവേഴ്സറി ആയിട്ട് ബന്ധപ്പെട്ട് വരാൻ വേണ്ടി പറഞ്ഞതാണ്. നമുക്കറിയാം 2001 ഫെബ്രുവരി 10 IT ലോഞ്ച് ഓഫ് ദ മില്ലേനിയം എന്ന് പറഞ്ഞിട്ട് നമ്മൾ ജിടെക് കേരളത്തിൽ ആദ്യത്തെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2001 ഫെബ്രുവരി 10 25 വർഷം ആവുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സിൽവർ ജൂബിലി സെലിബ്രേഷനാണ് നമ്മൾ ഈ വരുന്ന ഫെബ്രുവരി 10 ചെയ്യാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഒരു 2 ആഴ്ചയായിട്ട് ഇതിൻ്റെ ഒരു ക്യാമ്പയിൻ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഫെബ്രുവരി 10 കോഴിക്കോട് ഞെട്ടും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ പലർക്കും എന്താണെന്നുള്ളത് മനസ്സിലായിട്ടില്ലായിരുന്നു. പിന്നീടാണത് ഇങ്ങനെ നമ്മളുടെ ഒരു സിൽവർ ജൂബിലി സെലിബ്രേഷൻ ആണ് എന്നുള്ളത് മനസ്സിലായിട്ടുള്ളത്. എന്തായാലും വളരെ സന്തോഷമുണ്ട്. നമ്മൾ ഇത്രയും വർഷങ്ങളായിട്ട് ഈ ഒരു 25 വർഷം നമുക്ക് ഏകദേശം 33 ലക്ഷം കുട്ടികൾക്ക് IT വിദ്യാഭ്യാസം കൊടുക്കാൻ വേണ്ടി പറ്റി. ഈ കോഴിക്കോട് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് നമ്മൾ കേരളത്തിൻ്റെ എല്ലാ ജില്ലകളിലും ഇന്ന് കേരളത്തിൻ്റെ എല്ലാ A ക്ലാസ്, B ക്ലാസ്, C ക്ലാസ് ടൗണുകളിലും 233 ജിടെക് സെൻറ്ററുകളുണ്ട്. അതോടൊപ്പം കേരളത്തിൻ്റെ അടുത്ത നമ്മുടെ സംസ്ഥാനങ്ങളായിട്ടുള്ള തമിഴ്നാട്ടിൽ ഏകദേശം 100ഓളം ഉണ്ട്, കർണാടകത്തിൽ ഏകദേശം 50ഓളം ഉണ്ട്, അത് കഴിഞ്ഞ് മഹാരാഷ്ട്രയിൽ ഏകദേശം 100ൻ്റെ മേലെ ഉണ്ട്. അങ്ങനെ പോയി നമ്മൾ ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, കൽക്കട്ട, അങ്ങനെ മേലോട്ട് കയറി ഡൽഹി ആ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ ജിടെക് എത്താൻ വേണ്ടി സാധിച്ചു. അതോടൊപ്പം തന്നെ ഇന്ത്യക്ക് പുറത്തുള്ള നൈബറിങ് കൺട്രീസ് ആയിട്ടുള്ള ശ്രീലങ്കയിൽ നമ്മൾ ജിടെക് ഈസ് ദ ലാർജസ്റ്റ് എഡ്യൂക്കേഷൻ സെൻറ്റർ. കേരളം പോലെ തന്നെ ഏകദേശം 100ൻ്റെ മേലെ സെൻറ്ററുകൾ നമ്മൾ ഉണ്ട്. അത് മാത്രമല്ല ശ്രീലങ്കൻ ഗവൺമെൻറ്റിൻ്റെ ഏറ്റവും വലിയ ലിറ്ററസി ക്യാമ്പയിൻ നമ്മൾ ജിടെക് ആണ് അവിടെ ഗവൺമെൻറ്റിന് വേണ്ടി ചെയ്തിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരുവിധം എല്ലാ നൈബറിങ് GCC കൺട്രീസിലും ദുബായിൽ നമുക്ക് മിഡിൽ ഈസ്റ്റ് ഓഫീസ് ഉണ്ട്. അതോടൊപ്പം തന്നെ ബഹ്റൈൻ, സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത് പോലുള്ള എല്ലാ GCC കൺട്രീസിലും എത്തി. അതിനുശേഷം നമ്മൾ ഫാർ ഈസ്റ്റ് കൺട്രീസ് ആയിട്ടുള്ള സിംഗപ്പൂർ, മലേഷ്യ പോലുള്ള കൺട്രീസിലേക്ക് പോയി. അമേരിക്കയിലും അതുപോലെ ഓസ്ട്രേലിയ, ഒരുവിധം എല്ലാ സ്ഥലത്തും. ഇപ്പോൾ എൻ്റെ കഴിഞ്ഞ ഒരു വർഷമായിട്ടുള്ള എൻ്റെ ഒരു സ്ഥലം എന്ന് പറയുന്നത് ആഫ്രിക്കയാണ്. ആഫ്രിക്കയിലാണ് നമ്മൾ എക്സ്പാൻഷൻ നടക്കുന്നത്. ഏകദേശം 7 കൺട്രീസിൽ ഇപ്പോൾ ആഫ്രിക്കയിൽ നമുക്ക് ട്രെയിനിങ് സെൻറ്റേഴ്സ് വന്നു. ഇങ്ങനെ ആകെ മൊത്തത്തിൽ ഏകദേശം 813 സ്ഥാപനങ്ങളാണ് ഇന്ന് നമുക്ക് ജിടെക്കിന് ഉള്ളത്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസത്തിൽ തുടങ്ങിയ ജിടെക് ആധുനിക സാങ്കേതിക വിദ്യാഭ്യാസ പഠനത്തിൽ എത്തി നിൽക്കുമ്പോൾ മാറുന്ന ടെക്നോളജിയുടെ പിൻബലത്തിൽ കേരളത്തിൽ ഇതാദ്യമായാണ് ഈ രീതിയിൽ ഒരു ലോഗോ പ്രകാശനം നടത്തുന്നതെന്ന് ജിടെക് ചെയർമാൻ വ്യക്തമാക്കി. ഇതോടനുബന്ധിച്ച് ചലച്ചിത്ര പിന്നണി ഗായകരും സോഷ്യൽ മീഡിയ താരങ്ങളുമായ വേടനും ഹനാൻ ഷായും നയിക്കുന്ന മെഗാ സംഗീത വിരുന്ന് ഒരുക്കിയിട്ടുണ്ട്. ചലച്ചിത്ര രംഗത്തെ പ്രമുഖരും പങ്കെടുക്കും. 10 കാലത്ത് 10 മണി മുതൽ ബീച്ചിൽ ആസ്പിയർ കോർട്ട് യാർഡിൽ ജിടെക് വിദ്യാർത്ഥികളുടെ കലോത്സവം ജീസു മെഗാ ഫിനാലെ നടക്കും. ചലച്ചിത്ര താരങ്ങളായ ഗോവിന്ദ് പത്മസൂര്യ, ഗോപിക എന്നിവർ പങ്കെടുക്കും. 2001 ഫെബ്രുവരി 10 കോഴിക്കോട് ബീച്ചിൽ നടന്ന ചടങ്ങിൽ അന്നത്തെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി PJ ജോസഫാണ് ജിടെക് കമ്പ്യൂട്ടർ എഡ്യൂക്കേഷന് തുടക്കമിട്ടത്. കമ്പ്യൂട്ടർ വിദ്യാഭ്യാസം ജിടെക്കിലൂടെ ജനകീയമാക്കുന്നതിനൊപ്പം IT വിദ്യാഭ്യാസം സാധാരണക്കാർക്കും സാധ്യമാക്കാൻ ജിടെക്കിന് സാധിച്ചു. കോഴിക്കോട് നിന്നും ആരംഭിച്ച ജിടെക് വിദ്യാഭ്യാസ ശൃംഖല 25 വർഷത്തിനകം കേരളത്തിൽ 234 സെന്ററുകളിലും ആഗോളതലത്തിൽ 23 രാജ്യങ്ങളിലുമായി 813 സെന്ററുകളിലൂടെ 32 ലക്ഷം വിദ്യാർത്ഥികളെയാണ് സാങ്കേതിക മേഖലയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയത്. പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ജോലി ഉറപ്പാക്കുന്നതും മത്സര പരീക്ഷകൾക്കും തൊഴിൽ അഭിമുഖങ്ങൾക്കും സജ്ജരാക്കാൻ ഉതകുന്ന പ്രത്യേക പ്ലാറ്റ്ഫോമായ ജിടെക് കരിയർ കണക്ട് ലഭ്യമാക്കുന്നതോടൊപ്പം ജിടെക് ERP
പ്ലാറ്റ്ഫോമായ ജെംസിന്റെ ഏറ്റവും പുതിയ വേർഷനും പരിചയപ്പെടുത്തും. ഇതോടൊപ്പം കരിയർ കോഴ്സ് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഇന്റേൺഷിപ്പോട് കൂടി പഠിക്കാനുള്ള അവസരവും ജിടെക് 25ാം വാർഷികത്തോടനുബന്ധിച്ച് ഏർപ്പെടുത്തിയതായി ജിടെക് എക്സിക്യൂട്ടീവ് ഡയറക്ടർ മിഷാൽ അബൂബക്കർ പറഞ്ഞു. And back in 2001, February 10th, my dad came up with a vision of providing affordable education to all the students across Kerala, Tamil Nadu, Karnataka, throughout India and finally throughout the globe. So, while we are rebranding this year, what has changed? I would say nothing has changed, but there is a slight twist in what we're doing. അപ്പം എല്ലാവർക്കും അറിയാം, കേരളത്തിന് കമ്പ്യൂട്ടർ പഠിപ്പിച്ചൊരു സ്ഥാപനമാണ് ജിടെക് എന്ന് എല്ലാവരും പറയുന്നത്. അപ്പം റൈറ്റ് നൗ ആർ ഫോക്കസ് ഈസ് ഹെൽപ്പിംഗ് സ്റ്റുഡൻസ് ഫൈൻഡ് അഫോർഡബിൾ എഡ്യൂക്കേഷൻ ഇൻ ദ ലേറ്റസ്റ്റ് ടെക്നോളജിക്കൽ ഡിമാൻഡ്സ്. കാരണം കമ്പനീസിനൊക്കെ ശരിക്കും പറഞ്ഞാൽ പുതിയ പുതിയ സോഫ്റ്റ്വെയർസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാരാണ് വേണ്ടത്. പൈത്തൺ, ആർ, C++ എന്നിവ പ്രോഗ്രാമിങ്ങും അതേപോലെ തന്നെ ഡിജിറ്റൽ മാർക്കറ്റിംഗ്, ഇങ്ങനത്തെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സ്കിൽ സെറ്റ് ആണ് ഇവരെ വിദേശ രാജ്യങ്ങളിൽ 1000-ഓളം പ്രമുഖ യൂണിവേഴ്സിറ്റികളിൽ പഠനം നടത്താൻ കഴിയുന്ന ജിടെക്കിന്റെ പുതിയ ഡിവിഷൻ ജിടെക് ഗ്ലോബൽ ക്യാമ്പസ് ആരംഭിച്ചിട്ടുണ്ടെന്നും ഫെബ്രുവരി 7-ന് കാലിക്കറ്റ് ടവറിൽ വെച്ച എജു എക്സ്പോ നടത്തുന്നതായും എക്സിക്യൂട്ടീവ് ഡയറക്ടർ മെഹന ഹിലാൽ പറഞ്ഞു. Another division of GTech, that is GTech Global Campus for Study Abroad. We help right from application to the universities in US, UK, Canada, Australia. Different kind of Europe countries. Ellathilum we help with application, visa processing, loan assistance, scholarship assistance, everything. അങ്ങനെ ഒരു ഡിവിഷൻ ആണ്. I'm taking care of that particular division and I'm really happy for that and it's going great. That's all. And നമുക്ക് വാർത്താ സമ്മേളനത്തിൽ ജിടെക് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ മെഹറൂഫ് മണലൊടി, എക്സിക്യൂട്ടീവ് ഡയറക്ടർമാരായ മിഷാൽ അബൂബക്കർ, മെഹന ഹിലാൽ, മാർക്കറ്റിംഗ് മാനേജർ അൻവർ സാദിഖ് എന്നിവർ പങ്കെടുത്തു. ACV ന്യൂസ്, കോഴിക്കോട്.